ഹലോ ഹായ് വെൽക്കം ടു എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറന്റ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണ്. അവർ സഫർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അവർക്ക് ഡിപ്രഷനുണ്ട്, അതുപോലെ തന്നെ അപ്സെറ്റ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ് ആൻഡ് ഭയങ്കരമായിട്ട് ഇമോഷണൽ പെയിൻ അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഫീലിങ്സിനകത്ത് ഈ ഒരു ഇമോഷണലി അവർ ഭയങ്കരമായിട്ടും നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കണക്ട് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഒരു ഡൗൺ എനർജിയാണ് ഇത്. അവരുടെ സിറ്റുവേഷൻ കൂടിയാണ്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഇവിടെ ഡിവോഴ്സ് എന്നൊരു കാര്യം കാണുന്നുണ്ട്. ഡിവോഴ്സ് ആയി പോയതായിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് പോലത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടുത്ത സ്റ്റെപ്പായി വെച്ചിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പം എന്തായാലും ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലൂടെയാണ് ഇമോഷണലി നല്ല രീതിക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു കാർഡിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡും കൂടി എടുക്കാം. 10 ഓഫ് പെൻഡക്കിളിന്റെ എനർജിയാണ് ഇത്. ഫാമിലി ഉള്ള ഒരു വ്യക്തിയാണ് മെൻഷൻ ചെയ്യുന്നത്. അവർക്ക് ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു പ്ലേസ് അവർക്കുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോവാണ്. അങ്ങനെ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. അപ്പം ഇതൊരു ഫാമിലി എന്ന് പറയുമ്പം മേ ബി പാരൻസിന്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളത്. അപ്പം ഒരു ഹാപ്പിയാണ്, അവരവിടെ ഹാപ്പിയാണ്. സംടൈംസ് ഇവർക്കിത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ അവർക്കത് അക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല. അതിലവർ അപ്സെറ്റ് ആയി ഡൗൺ ആയി പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും റിയാലിറ്റിയിൽ നോക്കുമ്പോൾ ആള് ഹാപ്പിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പകല് മുഴുവൻ ചിരിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഡൗൺ എനർജിയിലേക്ക് പോകുന്നതായിരിക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്? എന്താണ്? ചാരിയറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളെ എഗെയിൻ പ്രപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മാരേജ് പോലത്തെ ഓപ്ഷൻസ് വെക്കുക. ഇത് അവരുടെ തോട്ട്സ് ആണ്. ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ കാർഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേജിലൂടെ അവർ പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാൻ കുറച്ച് ഡിലേ ആണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഡ്രീം ചെയ്യാണ് നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ, അവിടെ നിങ്ങളെപ്പോലത്തെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു ജേണിയാണ്. ഓക്കെ, അതായത് നെക്സ്റ്റ് ആക്ഷൻ, മാരേജ് പോലെയുള്ള കാര്യം, എഗെയിൻ പ്രപ്പോസൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവാനുള്ള ഒരു കാര്യമാണ് ഇത് ചാരിയറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. ഓവറോൾ നിങ്ങൾ എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലാന്നായിക്കോട്ടെ എന്താണെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരേണ്ട ഒരു ടെൻഡൻസി. ഓക്കെ, അതായത് നിങ്ങൾ വേണം എന്നുള്ളൊരു തോന്നലാണത്. എന്താണ് അവരുടെ ഫീലിങ്സ്? 6 ഓഫ് കപ്സ് ആണ് ഇത്. പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ മെമ്മറീസും അവർക്ക് ഹാപ്പിയാണ്, അതിലവർ സ്റ്റക്കാണ്. ആൻഡ് അതെല്ലാം ഒരു നോസ്റ്റ് കൊടുക്കുന്ന പോലെ ഇപ്പോഴും ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, അവർക്കെല്ലാം ഈ ഒരു ഓർമ്മയിലേക്ക് പോകുമ്പം, ഈ മെമ്മറീസിലേക്ക് പോകുമ്പം അവർക്ക് അവരുടെ ഒരു മെച്ചുവേർഡ് ഇല്ലാത്തൊരു ക്യാരക്ടർ പുറത്തോട്ട് വരികയാണ്. ഇപ്പം നിങ്ങളുടെ കൂടെ തിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ എല്ലാ ക്യാരക്ടറും അവർ പുറത്തെടുത്തിട്ടുണ്ടാകാം. ഒരു കുട്ടിത്തം നിറഞ്ഞ ക്യാരക്ടർ ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ. അത് എത്ര പക്വതയുള്ള ഒരാളാണെങ്കിലും എന്ത് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിലും ഒരു മെച്ചുവേർഡ് ഇല്ലായ്മ അത് നിങ്ങളുടെ മുന്നിൽ മാത്രം എടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. അപ്പം അതെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 4 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇത്. നിങ്ങളെ മാറിയിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ എനർജിയാണ്. അതായത് ഇപ്പം ഇവർക്ക് ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഇല്ലാത്തതിന്റെ ഒരു പ്രസൻസ് അവർക്ക് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. സോ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. പക്ഷെ ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും അവരിങ്ങനെ ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പോകുമ്പം, ഈ പാസ്റ്റിലേക്ക് ഇങ്ങനെ എഗെയിൻ കടന്നു പോകുമ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ആവുകയാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ആയി പോകുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിയാതെ ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്നേഹം കൊടുക്കുന്ന ആളുകൾ ഇവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും ആ സ്നേഹത്തെ എല്ലാം റിജക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ഒരു സ്ഥാനം പോവാതെ അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു എനർജിയാണിത്. ആൻഡ് അഗെയിൻ ഫൈനലി ഒരു കാർഡും കൂടി എടുക്കാം.
ഒരു കാർഡ് നിലത്ത് പോയിട്ടുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. ഫീലിങ്സ് എന്താണ്? അവസാനമായിട്ട് നമുക്ക് 4 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. സേവ് ചെയ്ത് വെക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ഓർമ്മകളെ എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എക്സ്പ്രസ്ഡ് അല്ല, കൺട്രോൾ ചെയ്തിട്ടുണ്ട്. വലിയ ഹാപ്പിയിലൂടെയൊന്നും അല്ല ഇവർ കടന്നു പോകുന്നത്. എല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന്റെ പോസസീവ്നെസ് നല്ല രീതിക്ക് മനസ്സിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ എവിടെ പോയി എന്ത് പോയി എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് അവർ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുന്നുള്ളൂ. റെസ്റ്റിലാണ്, ഇപ്പോഴും ഐസൊലേഷൻ സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പം നമ്മളിവിടെ ഫീലിങ്സ് നോക്കിയ സമയത്ത് ഇമോഷണലി നമ്മൾ കണ്ടു, അവർ ഇമോഷണലി കണക്റ്റ് ആണ്. മിസ്സിംഗ് ഉണ്ട്, പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.